ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് മുതൽ മുതിർന്നവർക്ക് വരെ ശരീരം മുഴുവനും നിറവെക്കാൻ സഹായിക്കുന്ന 100% എഫക്റ്റീവായിട്ടുള്ള ഒരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. വീഡിയോയിലോട്ടേക്ക് പോകുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് ക്യാരറ്റാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ക്യാരറ്റ് ഓയിലിനെ കുറിച്ചിട്ട്. ക്യാരറ്റ് ഓയിൽ നമ്മൾ ചെറിയ മക്കൾ മുതൽ വലിയ ആൾക്കാർക്ക് വരെ തേച്ചാൽ അത് ശരീരം മുഴുവനും നമ്മൾ മസാജ് ചെയ്ത് കൊടുത്ത് കുളിക്കുക എന്നാണെങ്കിൽ ദിവസവും ചെയ്യാമെന്നാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും ക്യാരറ്റ് ഓയിൽ, അതേപോലെ തന്നെ ഓറഞ്ച് ഓയിൽ, പിന്നെ റോസ് ഓയിൽ, ലെമൺ ഓയിൽ, അങ്ങനെ ഒരുപാട് ഓയിലുണ്ട് നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന. ഇതിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓയിലാണ്. അതിന് ഞാനൊരു വലിയ ക്യാരറ്റാണ് എടുത്തത് കേട്ടോ. നിങ്ങൾക്ക് എത്രയാണോ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ക്യാരറ്റ് എടുക്കുക. അത് ഇതേപോലെ ഇങ്ങനെ ചെരുകി എടുക്കണം കേട്ടോ. വളരെ ചെറിയ നേരിയ ഇതിൽ നമ്മൾ ഒന്നിക്കണ്ട് കട്ട് ചെയ്തെടുക്കുക, അല്ലെ ഇതേപോലെ ചെരുകി എടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഞാൻ വെറും ക്യാരറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഓറഞ്ചും ആഡ് ചെയ്യാം, പക്ഷേ നമ്മൾ ക്യാരറ്റ് ഓയിൽ തയ്യാറാക്കാം. അപ്പോൾ ചുവട് കട്ടിയുള്ള നല്ലൊരു പാത്രം എടുക്കുക. ആ ഒരു പാത്രത്തിലേക്ക് നമ്മൾ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, ആട്ടിയ വെളിച്ചെണ്ണ മില്ലിൽ നിന്ന് കിട്ടും. ആട്ടിയ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ 100% പ്യുവറായിട്ടുള്ള നല്ല കോക്കനട്ട് ഓയിൽ ഈ ഒരു അതായത് നമ്മളെ ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ച് പോയാൽ നമ്മുടെ ക്യാരറ്റ് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ വലിയ പീസസ് ആയിട്ടെല്ലാം ക്യാരറ്റ് ഇട്ടാൽ നമുക്ക് ആ ക്യാരറ്റിൻ്റെ ആ ഒരു സത്ത് ശരിക്കും ഈ ഓയിലിലേക്ക് ഇറങ്ങി വരില്ല. ഇതിൻ്റെ സത്ത് നന്നായി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് വളരെ നേരിയതായിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പം ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലാന്നാണെങ്കിൽ അത് പെട്ടെന്ന് കരിഞ്ഞു. അതേപോലെ ഫ്ലെയിമും നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല ക്വാളിറ്റി വെളിച്ചെണ്ണ മാത്രം ഉപയോഗിക്കുക. നമ്മളെ തലയിൽ തേക്കുന്ന വെളിച്ചെണ്ണയൊന്നും എടുത്തിട്ട് ഇതിലേക്ക് ഇടരുത് കേട്ടോ. അപ്പോൾ നമ്മളെ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിക്കുക. അതേപോലെ തന്നെ ക്യാരറ്റെല്ലാം നന്നായി കഴുകി വൃത്തിയാക്കിയിട്ടെല്ലാം എടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കൈ വിടാണ്ട് നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ ഒരു കോക്കനട്ട് ഓയിലിൻ്റെ കളറ് ഒരു ഓറഞ്ച് കളറായിട്ട് വരും. അപ്പോൾ നമ്മുടെ ചെറിയ മക്കൾക്കെല്ലാം നമ്മൾ പ്രസവിച്ച പാടുള്ള മക്കൾക്കെല്ലാം നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്ത് കുളിപ്പിക്കൂലേ, ആ ഒരു സമയത്ത് ഈ ഒരു ഓയിൽ തേച്ച് കുളിപ്പിക്കുകയാണെങ്കിൽ കളറ് കുറഞ്ഞ കുട്ടിയൊക്കെല്ലാം നല്ല കളറ് വരാൻ സഹായിക്കും. പിന്നെ അങ്ങനെ ഭയങ്കര സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടാവില്ല. നാച്ചുറലായിട്ടുള്ള വെളിച്ചെണ്ണ, അത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നതാണ് വെളിച്ചെണ്ണയല്ലോ. അപ്പോൾ ഇത് നോക്കി ഇതിൻ്റെ കളറൊന്ന് ചേഞ്ചായി വന്ന്, അതായത് ക്യാരറ്റ് ഒരു ബ്രൗൺ കളറായിട്ട് വന്ന ആ ഒരു സമയം, ഇതാണ് നമ്മുടെ ക്യാരറ്റ് ഓയിൽ റെഡിയായി എന്നുള്ളതിൻ്റെ ഒരു സൂചന. അപ്പോൾ കണ്ടോ, കളറ് കണ്ടോ, ഒരു ഓറഞ്ച് കളർ വന്നത്. ഈ ഒരു സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് നന്നായിട്ട് ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം. ചൂടാറിയതിന് ശേഷം നമ്മുടെ ഇതിൻ്റെ ക്യാരറ്റ് മാറ്റിയിട്ട് അതിൻ്റെ ഓയിൽ മാത്രം അരിച്ചെടുക്കണം. ഈ ഓയിൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ മുന്നേ എപ്പോഴും തേക്കുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് ചൂടാറിയതിന് ശേഷം ഞാനിതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതേപോലെയുള്ള അരിപ്പയിൽ ഒന്നുകിട്ടുണ്ടെങ്കിൽ അരിപ്പയിൽ അരിച്ചെടുക്കുക, അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അതിലേക്ക് ഇട്ടിട്ട് നന്നായി പിഴിഞ്ഞെടുത്താൽ മതി. അപ്പോഴും നല്ല ഇതിൽ കിട്ടും. അപ്പോൾ ഇതിൻ്റെ കളറ് കണ്ടോ, നല്ലൊരു ഓറഞ്ച് കളറ് കിട്ടിയത്. അപ്പോൾ ഇതാണ് നമ്മുടെ പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് തന്നെ വേണം നിങ്ങൾ ഈ ഒരു ഓയിൽ തയ്യാറാക്കാൻ. പിന്നെ ക്യാരറ്റ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടും ഇതേപോലെ റെഡിയാക്കാം കേട്ടോ. അപ്പോൾ കുറേ കാലം നമുക്ക് കേടുകൂടാണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞാനിത് ഓയിൽ കംപ്ലീറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അനുസരിച്ചിട്ട് ക്യാരറ്റും ഓയിലും നിങ്ങൾ എടുക്കണം കേട്ടോ. ഞാനൊരു വലിയ ക്യാരറ്റിന് 1 കപ്പ് കോക്കനട്ട് ഓയിലാണ് എടുത്തത്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഓയിൽ നിങ്ങൾ എടുക്കണം. അപ്പോൾ ഞാനിതാ നമ്മുടെ ഓയിൽ പിന്നെ ഇത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു നല്ലൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മളിതെപ്പോഴും ഒരു ഗ്ലാസ് ബോട്ടിൽ വേണം ഒഴിച്ച് വെക്കുക. പ്ലാസ്റ്റിക്കിൻ്റെ ക്വാളിറ്റി കുറഞ്ഞ ബോട്ടിൽ ഒഴിച്ച് വെച്ചാൽ അത് നന്നാവില്ല. അപ്പോൾ എപ്പോഴും ഒന്നിക്കുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കുള്ള ബോട്ടിൽ ഒഴിച്ച് വെക്കുക. എല്ലാന്നാണെങ്കിൽ നല്ലൊരു ഗ്ലാസ് ബോട്ടിൽ ഒഴിച്ച് വെച്ച് ഇതേപോലെ ദിവസവും മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മൾ വെറുതെ തേച്ചിട്ട് പോയിട്ട് കുളിച്ചാലൊന്നും റിസൾട്ടൊന്നും ഉണ്ടാവില്ല. നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റെങ്കിലും നമ്മുടെ മുഖത്തും ശരീരത്തും കംപ്ലീറ്റ് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് വേണം നമ്മൾ കുളിക്കാൻ വേണ്ടിയിട്ട്.
ദിവസവും ഇങ്ങനെ കുളിക്കുക എന്നാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയാണ്, നമുക്ക് എല്ലാവർക്കും ശരീരം മുഴുവനും നിറവെക്കാൻ സഹായിക്കുന്ന നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ക്യാരറ്റ് ഓയിലാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ റിസൾട്ട് അറിയിക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ചെറിയ മക്കൾക്ക് പിന്നെ വൈറ്റനിങ്ങിന് സഹായിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.